അയർലാൻഡിൽ വന്ന് താമസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് താമസിക്കുന്നവർക്കായിട്ട് 80 ലക്ഷത്തോളം രൂപ, അതായത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ $90,000 ഈ ഒരു അയർലാൻഡ് ഗവൺമെൻറ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ അവിടെ വന്നിട്ട് താമസിക്കാൻ പറ്റും. ആക്ച്വലി ഇത് നമ്മൾ ഓവർ ലിവിങ് ഐലാൻഡ് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. നമ്മൾ ആൾറെഡി ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിലൊക്കെ €1 പ്രോഗ്രാം ഉണ്ട്, നമ്മൾ ആൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ വേറൊരു പ്രോഗ്രാമാണിത്. ഈ ഒരു അയർലാൻഡിൽ ഒരുപാട് ദ്വീപുകൾ ചേർന്നൊരു രാജ്യം തന്നെയാണ് ഈ ഒരു അയർലാൻഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ അയർലാൻഡിൻ്റെ പല ഭാഗത്തുള്ള സൈഡിലൊന്നും പല വീടുകളിലൊന്നും ആളുകൾ ഇല്ലാതായി. ഓക്കെ, സോ അവിടെ ജനസാന്ദ്രത വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഈ ഒരു അയർലാൻഡ് ഗവൺമെൻറ് ഇങ്ങനൊരു ഓവർ ലിവിങ് ഐലാൻഡ് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം പുറത്തുവിട്ടിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള അയർലാൻഡിൽ ആളുകൾ വിട്ടുപോയ ഇങ്ങനത്തെ വീടുകൾ നമ്മൾ നേരാക്കാനും അത് വാങ്ങിയിട്ട് അത് നേരാക്കാനൊക്കെ ഉള്ള ഈ ഒരു കോസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു പൈസ തരുന്നത്, ഈ ഒരു 80 ലക്ഷത്തോളം രൂപ ചെയ്യണത്. സോ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഈ വീടുകൾ വാങ്ങാൻ പറ്റും. പല വീടുകളും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ പണികളൊക്കെ ചെയ്തിട്ട് അത് നന്നാക്കുക. ഓക്കെ, എന്നിട്ടാണ് ഈ ഒരു ഗ്രാൻഡ് നമുക്ക് ലഭിക്കുക. ഒരു റിവൈറ്റലൈസേഷൻ പ്രോഗ്രാം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പറയാം. സോ ഈ ഒരു $90,000 ഓക്കെ, ഈ ഒരു 80 ലക്ഷത്തോളം രൂപയിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുക, പിന്നെ എങ്ങനെയൊക്കെയാണ് ഇത് നേടിയെടുക്കുക, വേറെ എന്തൊക്കെ കോസ്റ്റാണ് നമുക്ക് വരിക, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇനി എന്തായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. Hi everyone, it's me Shyam and this is Wayfarer Insights. ഓക്കെ, ഈ ഒരു അയർലാൻഡ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ഐലാൻഡുകളോട് നിറഞ്ഞിട്ടൊരു രാജ്യം തന്നെയാണ്. ഓക്കെ, ഒരുപാട് റിമോട്ട് ഐലാൻഡ്സുകളുണ്ട്. സോ ഇതുപോലത്തെ പല ഐലാൻഡുകളിലും പോപ്പുലേഷൻ വളരെ കമ്മിയായിട്ടുണ്ട്. ചിലതിലൊക്കെ വെറും 5 ആളുകൾ മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെ ആളുകൾ വിട്ടുപോയിട്ടുള്ള ബിൽഡിങ്സുകളിലേക്കും ഹോമുകളിലേക്കും ആളുകളെ കൊണ്ടുവരാമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പ്രോഗ്രാം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ചില നോട്ട്സ് എന്തൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ചാർജ് എന്ന് പറയുന്നത് പുതിയ വീട് വാങ്ങാനല്ല, അല്ലെങ്കിൽ പുതിയ സ്ഥലം വാങ്ങാനല്ല, ഇങ്ങനെയുള്ള പഴയ വീടുകൾ വാങ്ങിയിട്ട് അത് റിനോവേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ചാർജ് ഈടാക്കുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ പിന്നെ നമുക്കിത് റെൻ്റലായിട്ടും കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിത് പണി തീർന്നിട്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാനും പറ്റും, ഇനിയല്ല നിങ്ങൾക്ക് റെൻ്റലായിട്ടും ഇത് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ഐറിഷ് ഐലാൻഡിൽ പോയി താമസിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അഫോർഡബിൾ ആയിട്ട് ഹോമുകളാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു വീടുകൾ വാങ്ങാൻ പറ്റും, റിനോവേഷൻ ചെയ്യാൻ പറ്റും, കുറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാനും പറ്റും. പിന്നെ പീസ്, സേഫ്റ്റി, സെക്യൂരിറ്റി, ലോ ക്രൈം റേറ്റ് ഉള്ളൊരു രാജ്യമാണ്. ക്ലോസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് അമേസിങ് നാച്ചുറൽ ബ്യൂട്ടി, ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു അയർലാൻഡ് എന്ന് പറയുന്നത്. ക്ലീൻ എയർ, ഓപ്പൺ സ്പേസസ്, നോ ട്രാഫിക്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കണക്ഷൻസ്, suitable environment for kids, work remotely, long term settlement, tourism and earning opportunities. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ ഒരു അയർലാൻഡ് ഇത് ചെയ്യണത്? ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പോപ്പുലേഷൻ കമ്മി ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രിസർവിങ് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്, എക്കണോമിക് റിവൈറ്റലൈസേഷൻ. ഇനി ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? അതായത് ഐറിഷ് സിറ്റിസൺസിന് അപ്ലൈ ചെയ്യാൻ പറ്റും, EU ആൻഡ് EEA സിറ്റിസൺസിന് അപ്ലൈ ചെയ്യാൻ പറ്റും, പിന്നെ നോൺ EU സിറ്റിസൺസ്, നമ്മളൊക്കെ നോൺ EU സിറ്റിസൺസ് ആണ്. സോ നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമ്മൾ അയർലാൻഡിലേക്ക് എത്തിപ്പെടാൻ, നമ്മൾ ഈ ഒരു നോൺ EU ആയിട്ടുള്ള നമ്മൾക്ക് എത്തിപ്പെടാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. വർക്കിനായിട്ട് പോവാം, സ്റ്റഡി ആയിട്ട് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി വിസ ആയിട്ട് പോവാം, പിന്നെ റെസിഡൻസി വിസ ആയിട്ട് പോവാം. ഓക്കെ, സോ റെസിഡൻസി പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. പിന്നെ പറയുന്നത് ഇൻഡിവിജ്വൽസ് ഓർ ഫാമിലീസ്, അതായത് കപ്പിളായിട്ടുള്ള ആളുകൾക്കും ഫാമിലീസിനും എല്ലാവർക്കും ഇത് ഓപ്പൺ ആണ്. ഓക്കെ, പുതിയത് ഉണ്ടാക്കുകയല്ല, പഴയത് റിനോവേറ്റ് ചെയ്യാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടി മസ്റ്റ് ബി ഓൺ എ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐലാൻഡ്. ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ചില ഐലാൻഡുകളുണ്ട്, അതിലാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് ഇവർ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഷേക്കിൻ ഐലാൻഡ്, ക്ലെയർ ഐലാൻഡ്, അക്കിൾ ഐലാൻഡ്, ബെയർ ഐലാൻഡ്, അറൈൻമോർ. ഈ ഒരു ഐലാൻഡ്സിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഈ ഒരു ഇത്രയും ക്യാഷ്, ഈ ഒരു 80 ലക്ഷത്തോളം രൂപ എന്തിനൊക്കെയാണ് കവർ ചെയ്യാൻ പറ്റുക? സ്ട്രക്ചറൽ റിപ്പയേഴ്സ്, റൂഫിങ്, അതുപോലെ തന്നെ പ്ലംബിങ്, റീവയറിങ്, അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സ് ഫീസ്, ഇൻസുലേഷൻ ആൻഡ് വിൻഡോസ്, മെറ്റീരിയൽസ്, സേഫ്റ്റി ഇംപ്രൂവ്മെൻറ്റ്സ്, മേക്കിംഗ് ദ ഹൗസ് ഹാബിറ്റബിൾ.
നമുക്ക് ഈ ഗ്രാൻഡ് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് യു ഹാവ് ടു പേ ഫസ്റ്റ്. നമ്മൾ ആദ്യം ചിലവഴിക്കണം. ദെൻ നമുക്ക് ഈ ഒരു റിനോവേഷൻ്റെ ഈ ഒരു കോസ്റ്റ് നമ്മൾ ഫുള്ളി ഈ ഒരു റിനോവേഷൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ഗവൺമെൻറ് അല്ല, അയർലാൻഡ് ഗവൺമെൻറ് നമുക്ക് ഈ ഒരു $90,000 കൊടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഐലാൻഡുകളിൽ ഈ ഒരു വീട് വാങ്ങാൻ എത്ര കോസ്റ്റ് ആവും നോക്കി നോക്കാം. നമുക്ക് $20,000 ടു $60,000 വാങ്ങാൻ പറ്റുന്ന വീടുകളും ഉണ്ട്. ചിലതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുമെന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു റിനോവേഷൻ ചെയ്യുമ്പോഴും മാക്സിമം നിങ്ങൾ ആ ഒരു 90,000 ഉള്ളിൽ ഒതുക്കാൻ നോക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ക്യാഷ് ചിലവാക്കുന്ന രീതിയിലാക്കരുത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് നേടിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു ഐലാൻഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ഏതാണ് ഒരു വേക്കൻറ്റ് ഹോം. ആ ഒരു വേക്കൻറ്റ് ഹോം നിങ്ങൾക്ക് പറ്റുന്ന ഒരു വേക്കൻറ്റ് ഹോം നിങ്ങൾ സെലക്ട് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് പറയുന്നത് ഗെറ്റ് എ സ്ട്രക്ചറൽ സർവേ. ബിക്കോസ് നമുക്ക് ഈ ഒരു റിനോവേഷന് എത്രത്തോളം കോസ്റ്റ് ആവും എന്ന് അറിഞ്ഞിരിക്കാൻ നമ്മൾ അത് ചെയ്യണത് നല്ലതാണ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 4 പറയുന്നത് അപ്ലൈ ഫോർ ദ ഗ്രാൻഡ്. പിന്നെ നമ്മൾ ഈ ഗ്രാൻഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക, പ്ലാന്, ടൈം ലൈനിങ്, ഈ ഒരു റൂഫിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ശരിയാക്കുക. പിന്നെ സ്റ്റെപ്പ് 5 പറയുന്നത് ഗെറ്റ് അപ്രൂവൽ. ഓക്കെ, യു മേ റിസീവ് കണ്ടീഷണൽ അപ്രൂവൽ. സ്റ്റെപ്പ് 6 പറയുന്നത് പിന്നെ നമ്മൾ റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാത്തിൻ്റെയും റിസീപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സ്റ്റെപ്പ് 7 പറയുന്നത് സബ്മിറ്റ് കംപ്ലീഷൻ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, പിന്നെ ദെൻ ഈ ഒരു ഗവൺമെൻറ് ഇൻസ്പെക്ടേഴ്സ് വന്ന് നോക്കുന്നു പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വീട് റിനോവേഷൻ ചെയ്തത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഹാബിറ്റബിലിറ്റീൻ്റെ കാര്യത്തിൽ ഹാബിറ്റബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ദെൻ ആഫ്റ്റർ നമുക്ക് ഈ ഒരു ഗ്രാൻഡ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അപ്രൂവ് ആവും, അത് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വരിക. ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പേ ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു റിനോവേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ നിങ്ങൾ നോക്കുക. നമുക്കിത് സെല്ല് ചെയ്യാനല്ല, നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റെൻറ്റിന് കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. ദെൻ പ്രോപ്പർട്ടി ലിമിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്. നമ്മൾ ആൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. ആവശ്യമുള്ള ആളുകളൊക്കെ ട്രൈ ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്കും എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU രാജ്യത്തേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസ്, അതായത് ട്രാവൽ ഇൻഫർമേഷൻസ്, സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ്, വിസ ഇൻഫർമേഷൻസ്, ജോബ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം, ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്, ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.